ലോകനാഥ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചെയ്യുന്നതിന്റെ എല്ലാം അർത്ഥമെന്താണെന്ന് നിനക്കറിയുമോ? ലോകനാഥ, ഈ കർമ്മങ്ങൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളെ അറിയുവാൻ നിനക്കാഗ്രഹമില്ലേ? ഭാരതം ആധ്യാത്മിക സ്രോതസ് വറ്റാത്ത പുണ്യഭൂമിയാണ്. ഇവിടെ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഈ ആത്മീയ തേജസ്സിനെ സ്വയം വഹിക്കേണ്ടവരുമാണ്. ഭാരതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ശിവപൂജയിലാണ്. പ്രാചീന കാലം മുതൽ നമ്മൾ ശിവപൂജ ചെയ്തു വരുന്നു. എന്നാൽ ഈ ആരാധന എന്തിനാണ് ചെയ്യുന്നത്? പരമ്പരയായി നിലനിൽക്കുന്ന ആചാരമായതിനാൽ മാത്രം നമ്മളും ചെയ്യുകയാണോ? ഈ കർമ്മങ്ങൾക്കു പിന്നിൽ എത്രയെത്ര കഥകൾ, എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ, എത്ര തരം ഐതിഹ്യങ്ങൾ, സിദ്ധാന്തങ്ങൾ. അവയിലൊരു കഥ നമുക്കിപ്പോൾ കേൾക്കാം. അതൊരു ശിവരാത്രി ദിവസം. ഒരു വേടൻ ദിവസം മുഴുവൻ ഇരതേടിക്കൊണ്ട് നടക്കുകയായിരുന്നു. കാത്തിരുന്ന് സമയം വളരെയധികം കഴിഞ്ഞു. വെറും കൈയോടെ തിരികെ പോകാൻ മനസ്സും വരുന്നില്ല. ദാഹവും വിശപ്പും സഹിച്ച് ഒരു മരത്തിനു മുകളിൽ അവൻ ഇരയെ കാത്തിരുന്നു.
എന്റെ തപസ് പൂർണ്ണത നേടിയിരിക്കുന്നു. ഈ കൊടും തണുപ്പിലും എന്റെ നാമം മുറിയാതെ ജപിച്ചുകൊണ്ടിരുന്നതിനാൽ, എന്റെ മേൽ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്തതിനാൽ, ആ ജീവികളുടെ മേൽ ദയ കാണിച്ചതിനാൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് മംഗളമുണ്ടാകട്ടെ. ശിവപരമാത്മാവ് കൃപ ചൊരിയുന്നവനും ദയാലുവുമാണ്. എല്ലാവർക്കും ഉപകാരിയും മംഗളം ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് ശിവന്റെ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രസിദ്ധിയാർജിച്ചതായി നാം കാണുന്നു. ഭാരതത്തിൽ 12 സ്ഥലങ്ങളിൽ ശിവജ്യോതിർലിംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നു. ഇവയിൽ സോമനാഥ ജ്യോതിർലിംഗം വളരെ പ്രാചീനമാണ്. ഇത് സൗരാഷ്ട്രയിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. സോമം എന്നാൽ അമൃത് എന്നാണ് അർത്ഥം. ജ്ഞാനാമൃതം മൂലം അജ്ഞാനമാകുന്ന ഇരുട്ട് ഇല്ലാതെയാകുന്നു. മാത്രമല്ല, ഈശ്വരീയ ജ്ഞാനം നുകർന്നാൽ ദിവ്യബുദ്ധിയും ഉണരുന്നു. അതിനാലാണ് ജ്ഞാനാമൃതം നൽകുന്ന ഭഗവാനെ സോമനാഥനായി ഇവിടെ പൂജിക്കുന്നത്. സോമനാഥ ക്ഷേത്രത്തിനടുത്ത് ദ്വാരകയിൽ നാഗേശ്വരൻ അഥവാ നാഗനാഥൻ എന്ന പേരിൽ മറ്റൊരു ജ്യോതിർലിംഗ പ്രതിഷ്ഠയുണ്ട്. ഈ ജ്യോതിർലിംഗത്തിനു മുകളിൽ 5 തലയുള്ള പാമ്പിനെ കാണിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ നാഗം കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ വികാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ദുർവികാരങ്ങളാണ് മനുഷ്യരെ ദുഃഖിതരും അശാന്തരും പതിതരുമാക്കി മാറ്റുന്നത്. പാമ്പുകളുടെ വിഷത്തെ എന്ന പോലെ ഭഗവാൻ ഈ കടുത്ത വികാരങ്ങളാകുന്ന വിഷത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. നാഗേശ്വരൻ എന്നത് അങ്ങനെയാണ് ശിവപരമാത്മാവിന്റെ മഹിമയായി മാറുന്നത്. ഇനി നമുക്ക് കേദാരനാഥിലേക്ക് പോകാം. മഞ്ഞുകൊണ്ട് വെളുത്ത നിറത്താൽ മൂടപ്പെട്ട ഹിമാലയ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മഹേശ്വരന്റെ പുണ്യതീർത്ഥസ്ഥാനമാണ് കേദാർനാഥ്. മനസ്സിൽ പലതരത്തിലുള്ള ഭാരം ചുമന്നുകൊണ്ട് ഈശ്വരൻ അതിനെ പൂർത്തിയാക്കും എന്ന ആഗ്രഹത്തോടെ ഭക്തജനങ്ങൾ വളരെയധികം ദൂരം യാത്ര ചെയ്ത് പ്രതീക്ഷയോടെ ഇവിടെ വരുന്നു. തീവ്ര പരിശ്രമത്തിന് കിട്ടുന്ന പ്രതിഫലം ഉയർന്നതുതന്നെയായിരിക്കും. സത്യമായ മനസ്സോടെ വിശ്വനന്മയ്ക്കായി കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും ഭഗവാൻ നമുക്ക് വിജയത്തിന്റെ വരം തരും. അതുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നതെല്ലാം നൽകുന്നവൻ എന്നും നിഷ്കളങ്കനെന്നും വാഴ്ത്തപ്പെടുന്നു. ഇനി നമുക്ക് ഉത്തർപ്രദേശത്തിലേക്ക് പോകാം. ഇവിടെ പരിപാവനമായ കാശിയിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വേശ്വര ക്ഷേത്രം പ്രസിദ്ധമാണ്. വാരുണി നദി ഗംഗയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് വാരാണസി. നിരാകാരനും ജ്യോതിസ്വരൂപനുമായ ശിവൻ ലോകത്തിനു മുഴുവൻ ഈശ്വരനാണ്. ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവ് ലോകത്തിലെ എല്ലാ ജീവാത്മാക്കൾക്കും നാഥനുമാണ്. അതിനാലാണ് ഇവിടെ ശിവഭഗവാനെ വിശ്വനാഥൻ എന്ന് വിളിക്കുന്നത്. ഇനി മധ്യപ്രദേശത്തിലേക്ക് പോകാം. ഭാരതത്തിൽ കലകളുടെ ഉറവിടമായ ഉജ്ജയിനിയിൽ സ്ഥിതി ചെയ്യുന്ന ജ്യോതിർലിംഗമാണ് മഹാകാലേശ്വരൻ. മനുഷ്യജീവിതത്തിന്റെ അന്തിമ സമയമാണ് മരണം. മനുഷ്യർക്ക് അതിനെ നേരിടാൻ എത്ര ഭയമാണ്. ജനിച്ചാൽ മരിക്കും എന്നത് ഒരു പ്രകൃതി നിയമമാണ്. പക്ഷേ പരമാത്മാവിൽ നിന്നും ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ, അതായത്
താൻ നശിക്കാത്ത ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യാത്മാക്കൾ ഭയത്തിൽ നിന്നും മുക്തമാകുന്നു. അതുകൊണ്ട് ഇവിടെ ശിവഭഗവാൻ മഹാകാലേശ്വരൻ എന്നറിയപ്പെടുന്നു. മധ്യപ്രദേശിലെ മറ്റൊരു ജ്യോതിർലിംഗം ഓംകാരേശ്വരൻ അഥവാ അമലേശ്വരൻ എന്ന പേരിലും പ്രസിദ്ധമാണ്. ഓംകാരേശ്വരൻ എന്നത് ജ്യോതിർമയനായ ശിവപരമാത്മാവിന്റെ മഹിമയാണ്. അമലേശ്വരൻ എന്നാൽ പാപങ്ങൾ അകറ്റുന്ന ഭഗവാന്റെ കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യാത്മാക്കൾ ഈശ്വരനോട്, അതായത് പരമാത്മാവിനോട് സർവസംബന്ധവും വയ്ക്കുന്നതുകൊണ്ട് എല്ലാ വികാരങ്ങളിൽ നിന്നും മുക്തമാകുന്നു. മാത്രമല്ല, പരമാനന്ദം അനുഭവം ചെയ്യുന്നു. അടുത്തത് മഹാരാഷ്ട്രയിൽ ഗൗതമീ നദീതീരത്ത് നാസിക്കിൽ ദിവ്യ ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്നു. ത്രയംബകേശ്വരൻ എന്നാണ് അവിടെ പരമാത്മാവിനെ വിളിക്കുന്നത്. ത്രയംബകേശ്വരൻ എന്നാൽ ജ്ഞാനമാകുന്ന മൂന്നാമത്തെ കണ്ണിനെ തുറന്നു തരുന്നവൻ എന്നാണ് അർത്ഥം. സാധാരണ നേത്രം കൊണ്ട് ഭഗവാനെ കാണുവാൻ സാധിക്കാത്തതിനാൽ ഭഗവാൻ നമുക്ക് ജ്ഞാനനേത്രത്തെ തരുന്നു. ഈ മൂന്നാമത്തെ കണ്ണ് തുറക്കപ്പെടുമ്പോൾ മാനവകുലത്തിന്റെ ശത്രുക്കളായ കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരങ്ങൾ ഭസ്മമാകുന്നു. അതോടുകൂടി കലിയുഗം പരിവർത്തനപ്പെട്ട് സത്യയുഗം പിറക്കുന്നു. മഹാരാഷ്ട്രയിൽ തന്നെ ഔറംഗാബാദിൽ ലോകപ്രശസ്തമായ യെല്ലോറ ഗുഹയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കൃഷ്ണേശ്വരൻ എന്ന മറ്റൊരു ജ്യോതിർലിംഗം. നിരന്തരമായി എല്ലാവരും ഈശ്വരനാമത്തെ സ്മരിക്കുന്നതിനാൽ കൃഷ്ണേശ്വരൻ എന്ന നാമം പ്രസിദ്ധമായി. കല്ലിൽ കൊത്തിക്കൊത്തി മനോഹരമായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതുപോലെ പരിശ്രമം ചെയ്തു ചെയ്ത് ബുദ്ധിഹീനന്മാർക്കു പോലും ബുദ്ധിമാന്മാരാകാൻ കഴിയും. കൃഷ്ണേശ്വരന്റെ അടുത്തു തന്നെയുള്ള വൈദ്യനാഥൻ എന്ന ജ്യോതിർലിംഗം പ്രസിദ്ധിയാർജിച്ചതാണ്. പേരിൽ നിന്നും തെളിയുന്നതുപോലെ ജ്യോതിസ്വരൂപനായ പരമാത്മാവ് വൈദ്യന്മാർക്കും വൈദ്യനായ പരമവൈദ്യനായി വിളങ്ങുന്നു. ലോകത്തിലെ വൈദ്യന്മാരെല്ലാവരും കൈവിടുമ്പോൾ പരമവൈദ്യനായ ഈശ്വരനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അതായത് ലോകം മുഴുവനുമുള്ള മനുഷ്യർ അശാന്തി, വിഷാദം എന്നീ ആന്തരിക രോഗങ്ങളാൽ പീഡിതരാകുമ്പോൾ വൈദ്യന്മാരുടെയും വൈദ്യനായ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നു. മനുഷ്യാത്മാക്കളിലെ വിഷലിപ്തമായ വികാരങ്ങളെയും ദുർബലതകളെയും സ്വയം ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ട് ശിവഭഗവാനെ നീലകണ്ഠൻ എന്നും വിളിക്കാറുണ്ട്. വൈദ്യനാഥനിൽ നിന്നും കുറച്ചകലെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭീമാശങ്കരൻ എന്നൊരു ജ്യോതിർലിംഗമുണ്ട്. ത്രിപുരാസുരൻ എന്ന അഹങ്കാരിയായ അസുരനെ വധിച്ചതിനാൽ തിരുതളം എന്ന് സ്ഥലത്തിന് നാമമുണ്ടായി. പൂനെയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഭീമാശങ്കരന്റെ മഹിമ അപാരമാണ്. പരമാത്മാവ് സർവശക്തിവാനാണ് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന പേരാണ് ഭീമാശങ്കരൻ. മനുഷ്യൻ അഹങ്കാരം എന്ന കടുത്ത വികാരത്താൽ പീഡിതനാകുമ്പോൾ അതിൽ നിന്നും മോചിപ്പിക്കുവാൻ അഹങ്കാരരഹിതനായ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നതിനാലാണ് ഭീമാശങ്കരൻ എന്ന നാമം ഭഗവാന് കൈവന്നത്. ഇനി ഭാരതത്തിന്റെ തെക്കുഭാഗത്തേക്ക് പോകാം. സുന്ദരമായ തെലുങ്കു ഭാഷ സംസാരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ ശ്രീശൈലത്തിൽ മല്ലികാർജുനൻ എന്ന പേരിൽ ജ്യോതിർലിംഗമുണ്ട്. മല്ലിക എന്നത് പാൽ പോലെ വെളുത്ത നല്ല സുഗന്ധമുള്ള ഒരു പുഷ്പമാണ്. സച്ചിദാനന്ദ സ്വരൂപനായ ശിവഭഗവാന്റെ മഹിമയാണ് സത്യം, ശിവം, സുന്ദരം. അതായത് ഭഗവാൻ സത്യസ്വരൂപനും ചൈതന്യരൂപനും ആനന്ദസ്വരൂപനും മംഗളകാരിയും സർവഗുണങ്ങളും ശക്തികളും നിറഞ്ഞവനുമാണ്. സുന്ദരമായ
ആ പ്രകാശത്തെ ഓർമ്മിക്കുവാൻ മല്ലികാർജുന ജ്യോതിർലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇനി വ്യവസായ നഗരമായ തമിഴ്നാട്ടിലേക്ക് പോകാം. തെക്കുഭാഗത്ത് തമിഴ്നാട്ടിൽ കടൽ തീരത്ത് പുണ്യസ്ഥലമായ രാമേശ്വര ജ്യോതിർലിംഗം വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ശ്രീരാമൻ ശിവനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ദേവാത്മാക്കൾക്ക് പോലും നാഥനാണ് ശിവപരമാത്മാവ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അനേകാനേക നാമങ്ങളാൽ ജഗദീശ്വരൻ, മഹേശ്വരൻ, പരമേശ്വരൻ എന്നെല്ലാം വിളിക്കുന്ന ഭഗവാൻ ഒന്നാണെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായി. അങ്ങനെ 12 ജ്യോതിർലിംഗങ്ങളെ ദർശിച്ചുകൊണ്ടുള്ള നമ്മുടെ തീർത്ഥയാത്ര അവസാനിച്ചു. ശിവപരമാത്മാവിന്റെ യഥാർത്ഥ പരിചയവും ലഭിച്ചു. പരമാത്മാവിന്റെ കർത്തവ്യവും ഗുണങ്ങളും മഹിമകളും നമുക്ക് വ്യക്തമായി. ഭഗവാനോടുള്ള പ്രത്യുപകാരമായി പൂജ, അർച്ചന എന്നിവ ചെയ്തു വരുന്നു. എന്നാൽ ഈ കർമ്മങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെയും അവയുടെ ആധ്യാത്മികപരമായ ജ്ഞാനമുത്തുക്കളെയും മനസ്സിലാക്കുന്നുണ്ടോ? തുള്ളി തുള്ളിയായി ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യുന്ന ധാര എന്താണെന്ന് നമുക്ക് സത്യമായി അറിയാമോ? അതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ മനസ്സിൽ സദാ പരമാത്മാവിന്റെ ഓർമ്മയുണ്ടായിരിക്കണം. അങ്ങനെ നിരന്തരമായ ഓർമ്മയിലൂടെ ആത്മാക്കളായ നാം ഈശ്വരീയ ശക്തികളാലും ഗുണങ്ങളാലും നിറയണം. ശാന്തിയുടെ കുളിർമ അനുഭവിക്കണം. ശിവലിംഗത്തിനുമേൽ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പാല്, തൈര്, തീർത്ഥം മുതലായവ കള്ളവും കാപട്യവുമില്ലാത്ത മനസ്സ് ഭഗവാന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. സാധാരണയായ അരളിപ്പൂവ്, കൂവളത്തില മുതലായവ ശിവലിംഗത്തിനു മുകളിൽ അർച്ചന ചെയ്യുന്നതിന്റെ അർത്ഥമെന്തെന്നാൽ, നാം നമ്മുടെ ദുർഗുണങ്ങളെയും മോശമായ സ്വഭാവ സംസ്കാരങ്ങളെയും ഒന്നൊന്നായി പതിതപാവനനായി വിളങ്ങുന്ന ഭഗവാന് സമർപ്പിക്കണം എന്നതാണ്. ശിവലിംഗത്തിനുമേൽ ചാർത്തുന്ന 3 ഭസ്മക്കുറികൾ, മധ്യഭാഗത്ത് തൊടുന്ന കുങ്കുമപ്പൊട്ട് എന്നിവയുടെ അർത്ഥം ശിവപരമാത്മാവ്, ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ എന്നീ ത്രിമൂർത്തികളുടെയും നാഥനാകുന്നു എന്നതാണ്. ഈ 3 പേരിലൂടെ പുതിയ ലോകമായ സത്യയുഗത്തിന്റെ സൃഷ്ടി, സത്യയുഗത്തിന്റെ പരിപാലന, പഴയ തമോപ്രധാനമായ കലിയുഗത്തിന്റെ വിനാശം എന്നിവ ചെയ്യുന്നു. പരമാത്മാവിനെ ആംഗല ഭാഷയിൽ ഗോഡ് എന്ന് പറയുന്നു. ജി എന്നാൽ ജനറേഷൻ, അതായത് സൃഷ്ടി. ഒ എന്നാൽ ഓപ്പറേഷൻ, അതായത് പരിപാലന. ഡി എന്നാൽ ഡിസ്ട്രക്ഷൻ, അതായത് വിനാശം. വിജ്ഞാനത്തിന്റെ ഉയർച്ചയിലൂടെ ഭൗതിക അതിപ്രസരങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യനും നാം ഇതുവരെ കണ്ട ആനന്ദിച്ച ആത്മീയ സത്യങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? തീർച്ചയായും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്നത്തെ മനുഷ്യകുലത്തിന് ഭൗതിക വിജ്ഞാനത്തിന്റെ ഉയർച്ച ഉണ്ടെങ്കിലും ശ്രേഷ്ഠമായ ചിട്ടയായ ജീവിതശൈലി കൈമോശം വന്നിരിക്കുന്നു. ഇത് ഒരു മരുഭൂമി തന്നെയാണ്. മനുഷ്യന്റെ കണ്ണിൽ അജ്ഞാനത്തിന്റെ ഇരുട്ട് കയറിയിരിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾ മദ്യം, മയക്കുമരുന്ന്, പുകവലി തുടങ്ങിയ മാരകമായ ദുശീലങ്ങൾക്ക് അടിമയായിരിക്കുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക രംഗങ്ങളിലും അധപ്പതനം സംഭവിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് സാധാരണ മനുഷ്യരിൽ ഒരാളായ ലോകനാഥൻ എല്ലാവരെയും പോലെ തന്നെ തന്റെ മുറിയിലിരുന്ന് TV ചാനലുകൾ ഓരോന്നായി മാറ്റി മാറ്റി നോക്കുകയാണ്. എന്നാൽ ഒന്നിലും സംതൃപ്തനല്ല താനും. ലോകനാഥ, നീ എവിടെയാണ്? നിന്റെ ജീവിത ലക്ഷ്യമെന്താണെന്ന് നിനക്കറിയാമോ? അതോ
മറ്റുള്ളവരെ പോലെ നീയും നിന്റെ ജീവിതത്തിന്റെ സമയത്തെയും ശക്തികളെയും കഴിവുകളെയും ധനത്തെയുമെല്ലാം വ്യർത്ഥമാക്കി കളയുകയാണോ? നീയും മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന ഇന്നത്തെ മായാജാല ലോകത്തിൽ കുടുങ്ങി സ്വന്തം ബുദ്ധി പ്രവർത്തിക്കാതെ കിടക്കുകയാണോ? കള്ളവും കാപട്യവും ദുർവികാരങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിന്റെ വിലപിടിച്ച ജീവിതത്തെ നീ ഹോമിക്കുകയാണോ? ഇതെന്താണ്? എനിക്കെന്താണ് സംഭവിക്കുന്നത്? എന്റെ ഉള്ളിൽ ഒരു പുതിയ ഉണർവ് വരുന്നത് പോലെ ഞാൻ ശാന്തി അനുഭവം ചെയ്യുന്നു. സ്നേഹം, ശക്തി എല്ലാം അനുഭവഭേദ്യമാകുന്നു. എന്തൊരു അത്ഭുതകരമായ പ്രകാശം! എന്തൊരു വിചിത്രമായ അവസ്ഥ! എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ലോകനാഥന്റെ അമ്മ കടന്നുവന്നു. ലോകനാഥൻ ചിന്താമഗ്നനായിരിക്കുന്നത് കണ്ട് എന്താണ് കാര്യമെന്ന് അമ്മ അന്വേഷിക്കുന്നു. ലോകനാഥൻ എങ്ങനെ വിവരിക്കണം എന്നറിയാതെ ഇരിക്കുകയാണ്. ലോകനാഥനോട് അമ്മ ധ്യാനം അഭ്യസിക്കാൻ ആവശ്യപ്പെട്ടു. ധ്യാനത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി കൊടുത്തു. ധ്യാനത്തിലൂടെ എല്ലാ ക്ലേശങ്ങളും സമാപ്തമാകുന്നു. രാജയോഗ ധ്യാനത്തിലൂടെ മനസ്സിലെ മാലിന്യങ്ങളെ ഇല്ലാതെയാക്കുവാൻ കഴിയുമെന്ന് അമ്മ ലോകനാഥന് മനസ്സിലാക്കി കൊടുത്തു. ലോകനാഥന്റെ മനംമാറ്റത്തെ കണ്ട് അമ്മ സന്തോഷിച്ചു. അമ്മ വീണ്ടും പറഞ്ഞു, ധ്യാനത്തിൽ കൂടി മനസ്സിന് ശാന്തിയും ശക്തിയും ആനന്ദവും ലഭിക്കും. അവനവന്റെ ജീവിതത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കഴിയും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പ്രിയപ്പെട്ട സന്താനങ്ങളെ, എപ്പോഴെല്ലാം അക്രമവും അനീതിയും അധർമ്മവും തലപൊക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ദിവ്യ അവതാരം ചെയ്ത് സത്യധർമ്മത്തെ പുനർസ്ഥാപിക്കുന്നു. ജ്യോതിസ്വരൂപനായ ഞാൻ സർവ ആത്മാക്കളുടെയും പരമപിതാവാണ്. ഈ സമയത്ത് ജീവാത്മാക്കളായ നിങ്ങൾ സ്വയം ആത്മാവാണെന്ന സത്യം മറന്ന് പരമപിതാവായ എന്നെയും മറന്ന് കാമക്രോധ ലോഭമോഹ അഹങ്കാരങ്ങളാകുന്ന ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ട് അതിന്റെ ഫലമായി ദുഃഖം, അശാന്തി, വിഷാദം എന്നിവയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്റെ സ്ഥിരവാസസ്ഥാനമായ ബ്രഹ്മലോകത്തിൽ നിന്നും വന്ന് ഗീതാജ്ഞാനവും സഹജ രാജയോഗവും വീണ്ടും പഠിപ്പിക്കുന്നു. അങ്ങനെ സർവാത്മാക്കൾക്കും മുക്തിയും ജീവൻ മുക്തിയും വരദാനമായി നൽകുന്നു. മധുരമായ എന്റെ കുട്ടികളെ, നിങ്ങൾ പഞ്ചഭൂത നിർമ്മിതമായ ശരീരങ്ങളല്ല, ശരീരത്തിന്റെ യജമാനന്മാരായ ആത്മാക്കളാണ്. നിങ്ങളുടെ സത്യമായ മാതാവും പിതാവുമായ എന്നിൽ മനസ്സും ബുദ്ധിയും സമർപ്പണം ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം നശിച്ച് യഥാർത്ഥ സുഖത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടും. അനേക ജന്മങ്ങളിൽ എന്നെ പ്രാപിക്കുവാനായി നിങ്ങൾ ചെയ്ത തീവ്രഭക്തിയുടെ ഫലം നൽകുവാൻ ഞാൻ ഒരു ജ്ഞാനയജ്ഞം ആരംഭിച്ചിരിക്കുന്നു. പ്രജാപിതാ ബ്രഹ്മാവ് എന്ന ഈ സാധാരണ വ്യക്തിയുടെ ശരീരത്തിലൂടെ ഞാൻ മനുഷ്യരാശിക്ക് മുഴുവൻ സർവ സുഖ സൗഭാഗ്യങ്ങളും
നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മാവിലൂടെ ഞാൻ ദൈവീക സൃഷ്ടി അഥവാ ദേവലോകത്തിന്റെ സ്ഥാപന നടത്താൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ജന്മങ്ങൾ എടുത്തെടുത്ത് നഷ്ടമായ ദിവ്യമായ കഴിവുകൾ എന്നിൽ നിന്ന് വീണ്ടും ഇപ്പോൾ നേടാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. മുഴുവൻ സൃഷ്ടിയുടെയും പരമപിതാവായ എന്നെ സ്മരിച്ച് ജീവൻ മുക്തിയെയും പരമാനന്ദത്തെയും പ്രാപിക്കൂ. നിങ്ങൾ മാതാപിതാക്കളുടെ ആശീർവാദം നേടിയിട്ടുണ്ട്. നിങ്ങൾ അധ്യാപകരുടെയും ആശീർവാദങ്ങൾ നേടിയിട്ടുണ്ട്. നിങ്ങൾ ഗുരുക്കന്മാരുടെയും ആശീർവാദം നേടിയിട്ടുണ്ട്. ഇനി ഈശ്വരന്റെ ആശീർവാദങ്ങൾ നേടൂ രാജയോഗത്തിലൂടെ. ഓം ശാന്തി. 12 ജ്യോതിർലിംഗങ്ങളുടെ ദിവ്യദർശനം നടത്തി എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും രാജയോഗം സംബന്ധിച്ചിട്ടുള്ള ചിത്രപ്രദർശനിയിലേക്ക് സ്വാഗതം. ഈ 12 ജ്യോതിർലിംഗങ്ങളും ഭാരതത്തിലെ നാനാദിക്കിലുമുള്ള അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളാണ്. അതിലെ അതിപുരാതന ക്ഷേത്രം എന്നറിയപ്പെടുന്നത് സോമനാഥ ക്ഷേത്രമാണ്. ഈ സോമനാഥ ക്ഷേത്രം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. ഒരിക്കൽ ഒരു സമയത്ത് വിക്രമാദിത്യ മഹാരാജാവ് ഏകാന്തമായിട്ടിരിക്കുകയായിരുന്നു. ഏതുപോലെയാണോ പൗർണമി ദിനത്തിലെ പൂർണ്ണചന്ദ്രന്റെ ശോഭയുണ്ടാകുന്നത്, തൂവെള്ള വെളിച്ചം പോലെ വളരെയധികം അതിമനോഹരമായിരിക്കുന്ന പരം ജ്യോതിസായിരിക്കുന്ന ശിവപരമാത്മാവിൻ്റെ ദിവ്യമായ സാക്ഷാത്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അത്രേ. ആ ലഭിച്ചതിൻ്റെ ആധാരത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ തന്നെ അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആ ജ്യോതിർലിംഗ ക്ഷേത്രം അല്ലെങ്കിൽ ആ ജ്യോതിസ്വരൂപിനെ കാണണം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിക്കപ്പെട്ടതോ ആണ് ഈ സോമനാഥ ക്ഷേത്രം. അന്ന കാലത്ത് വജ്രങ്ങൾ കൊണ്ടും വൈഡൂര്യങ്ങൾ കൊണ്ടും നല്ല മനോഹരമായിട്ട് ഈ സോമനാഥ ക്ഷേത്രത്തെ പണികഴിപ്പിക്കുകയും വജ്രം കൊണ്ട് തന്നെ ശിവലിംഗമുണ്ടാക്കി പ്രതിഷ്ഠിച്ച് അദ്ദേഹം അതിനെ പൂജിക്കുവാനും ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ്. ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവലിംഗത്തിൻ്റെ ആരാധനയാണുള്ളത്. ശിവലിംഗം എന്നുള്ള വാക്കിനർത്ഥം പോലും ലിംഗം എന്ന് വെച്ചാൽ അടയാളം എന്നാകുന്നു. ശിവൻ എന്നുള്ള വാക്കിനർത്ഥം പോലും കല്യാണകാരി എന്നാകുന്നു. ഈ മുഴുവൻ ലോകത്തിൻ്റെ നന്മ ചെയ്യുന്നവനെന്നും ഈ ലോകത്തിൻ്റെ മുഴുവൻ മംഗളകാരിയെന്നും അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും നിരാകാരനായ ജ്യോതിസ്വരൂപനായ ഈ ശിവ പരമാത്മാ തന്നെയാണ്. ഈ ശിവ പരമാത്മാവിനെ തന്നെയാണ് ലോകം മുഴുവൻ ആരാധിക്കുന്നത്, ലോകം മുഴുവൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാത്മാ രൂപത്തിൽ ജ്യോതിയാണെങ്കിലും ഈ ജ്യോതിസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സർവഗുണങ്ങൾക്കും സർവശക്തികൾക്കും സാഗര സമാനമാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിക്കുന്ന സമയത്ത് അഭയം പ്രാപിക്കുന്നതും ശരണം പ്രാപിക്കുന്നതും ഭഗവാനിൽ തന്നെയല്ലേ. പക്ഷെ ആ ഭഗവാൻ ആരാകുന്നു? ഈ സത്യമല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.
നമ്മൾ എല്ലാ തരത്തിലും ഭഗവാനെ പൂജിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളുകൊണ്ട് വിളിക്കുന്ന സമയത്തും ആ ഈശ്വരൻ എന്ന് പറയുന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആ സത്യത്തെ നമ്മൾ ഉള്ളുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ശിവ പരമാത്മാവാണ് ലോകനാഥൻ, ശിവ പരമാത്മാവാണ് വിശ്വനാഥൻ. ഈ മുഴുവൻ ലോകത്തിൻ്റെയും നെറുകയിലിരിക്കുന്ന ശക്തി ഈ ജ്യോതിസ്വരൂപനായിരിക്കുന്ന നിരാകാരനായ പരംപൊരുളായ പരം സത്യമായ ഈ പരമാത്മാ തന്നെയാകുന്നു. ഈ പരമമായിരിക്കുന്ന സത്യത്തിനെ തന്നെയാണ് സർവഗുണങ്ങൾക്കും സർവശക്തികൾക്കും അനന്തമായ സ്രോതസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഭഗവാന്റെ ഗുണങ്ങൾക്കും ഭഗവാന്റെ ശക്തികൾക്കും വർണ്ണിക്കാൻ പോലും സാധിക്കില്ല, അത് അവർണ്ണനീയമാണ്, അത് അനന്തമാണ് എന്നാണ് പറയപ്പെടുന്നത്. സ്നേഹത്തിന്റെ സാഗരനാണ് ഈശ്വരൻ, പ്രേമത്തിന്റെ സാഗരനാണ് ഈശ്വരൻ. ഭഗവാൻ ആനന്ദത്തിന്റെ സാഗരനാണ്. എല്ലാ ഗുണങ്ങളും എല്ലാ മഹിമകളും എല്ലാ ശക്തികളും ഈശ്വരനിൽ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾക്കും മനുഷ്യന്റെ എന്തെല്ലാം മനോകാമനകളുണ്ടോ ഈ മനോകാമനകൾക്കെല്ലാം തന്നെ നമ്മൾ ചെല്ലുന്നത് ഭഗവാനിലെ അടുക്കിലേക്ക് തന്നെയല്ലേ. ഭഗവാനിൽ നിന്ന് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈശ്വരന്റെ സമീപതയിലേക്ക് അല്ലെങ്കിൽ ഈശ്വരന്റെ സാന്നിധ്യത്തിലേക്കും നമ്മൾ പോകാനുള്ള കാരണം. ഈ നിരാകാരനായ ലോകനാഥനായ ജ്യോതിസ്വരൂപനായ ശിവപരമാത്മാവിനെയാണ് ദേവാദിദേവനെന്നും മഹാദേവനെന്നും മഹേശ്വരനെന്നും പറയപ്പെടുന്നത്. അതുപോലെ നമ്മൾ രാമേശ്വരൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാമനേക്കാളും പൂജ ലഭിക്കുന്നത് ശിവനാണല്ലോ. അവിടെ ശിവലിംഗം ഉണ്ടാക്കി ശ്രീരാമൻ പോലും നല്ലൊരു മുഹൂർത്തത്തിലെ ശിവനെ ആരാധിച്ചു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. 33 കോടി ദേവീദേവന്മാരെ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഭാരതീയ സങ്കല്പ പ്രകാരമാണിത്. പക്ഷെ ഈ ഭാരതീയ സങ്കല്പ പ്രകാരം 33 കോടി ദേവീദേവന്മാരുണ്ടെങ്കിലും ഈ 33 കോടി ദേവീദേവന്മാർക്കും ദേവാദിദേവനും മഹേശ്വരനും ശിവപരമാത്മാവ് തന്നെയാകുന്നു. അപ്പൊ ആ ശിവപരമാത്മാ സത്യത്തിൽ വസിക്കുന്നത് എവിടെയാണ്? നമ്മളെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ മുന്നിലെ നമ്മൾ പോകാറുണ്ട്. ഈ ക്ഷേത്രം മുന്നിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാക്കും, കണ്ണുകൾ അടച്ച് നമ്മൾ മുകളിലേക്കാണ് നോക്കാറുള്ളത്. ഇതെന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, പരമാത്മാ വസിക്കുന്നത്, ശിവഭഗവാൻ വസിക്കുന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരുടെ ലോകമാണ്. ഈ മനുഷ്യരുടെ ലോകത്തിനും അപ്പുറമായിട്ട് ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രഗണങ്ങളും ഇവയ്ക്കെല്ലാം ഉപരിയായിട്ട് മൂന്നാമതായിട്ടൊരു ലോകമുണ്ട്. ഇതാണ് ബ്രഹ്മലോകം. ഈ ബ്രഹ്മലോക നിവാസിയാണ് നിരാകാരനായ ജ്യോതിസ്വരൂപനായ ശിവപരമാത്മാവ്. നമുക്കറിയാലോ, നമ്മൾ അന്യധർമ്മങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു ധർമ്മം നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്റ്റ് പോലും പറഞ്ഞിരിക്കുന്നത് ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ്, ദൈവം പ്രകാശമാകുന്നു. മുസ്ലിം ധർമ്മത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരും പറയുന്നത് ഇത് തന്നെയാണ്, നൂർ അല്ലാഹു. അറബി ഭാഷയിലെ നൂർ എന്ന് വെച്ചാൽ പ്രകാശം എന്നാകുന്നു. പ്രകാശത്തിന്റെ സ്വരൂപമാണ് അല്ലാഹു എന്നുള്ള അർത്ഥത്തിൽ അവിടെയും വിരൽ ചൂണ്ടുന്നു. ശ്രീ നാരായണ ഗുരുവാകാം, ശ്രീ ശങ്കരാചാര്യാകാം, അങ്ങനെ നമ്മുടെ ലോകത്തിലെ ലോക ചരിത്രങ്ങളിലെ ഏതെല്ലാം മഹാന്മാരുണ്ടോ പുണ്യാത്മാക്കളുണ്ടോ ഇവരെല്ലാവരും പ്രകീർത്തിച്ചത് ഈ നിരാകാരനായ ജ്യോതിസ്വരൂപനായ ശിവ ഭഗവാനെ തന്നെയാകുന്നു. ആ നിരാകാരനായ ശിവ പരമാത്മാ വസിക്കുന്നത് ഈ ബ്രഹ്മലോകത്തിലാണ്. ബ്രഹ്മലോക നിവാസിയാണ് പരമാത്മാവ്. ഈ ബ്രഹ്മലോക നിവാസിയിരിക്കുന്ന പരമാത്മാവും നമ്മളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാലോ, ഏതെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും, ശിവലിംഗത്തിന് ചുറ്റുമായിട്ട് കുറെ സാളിഗ്രാമം ഉണ്ടായിരിക്കും. നോക്കുക, ആ സാളിഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇത് ശിവൻ നിരാകാരൻ ജ്യോതിസ്വരൂപൻ, ആ നിരാകാരനായിരിക്കുന്ന ജ്യോതിസ്വരൂപനായിരിക്കുന്ന പരമാത്മാവിന്റെ സന്താനങ്ങളാണ് നമ്മളെല്ലാവരും. പക്ഷെ ഏത് രൂപത്തിൽ നമ്മൾ സന്താനങ്ങളാകുന്നു, ഏതർത്ഥത്തിൽ നമ്മൾ സന്താനങ്ങളാകുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ആത്മരൂപത്തിൽ. നമുക്കറിയാലോ, നാം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ദേഹമല്ല. ഈ ദേഹം എന്ന് പറയുന്നത് വെറും പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ദേഹം ഏത് തരത്തിലാണെങ്കിലും നശിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദേഹം നശിക്കുന്നതാണ്, പക്ഷെ ഈ ദേഹത്തിനകത്തിരിക്കുന്ന ആത്മാവിനെ
ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. ആത്മാവ് അനശ്വരമാണ്, ആത്മാവ് അവിനാശിയാണ്, ആത്മാവ് അമരനാകുന്നു. ഒരു ദിവസത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ പറയുന്ന ശബ്ദങ്ങളാണ് ഞാനും എൻ്റെയും. ഈ രണ്ട് ശബ്ദങ്ങൾ പറയാറുണ്ട്. ഈ ദേഹം എൻ്റേതാണെങ്കിൽ, ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണെങ്കിൽ, ഈ ദേഹത്തിനകത്തിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് ആത്മാവും ആത്മാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ കാണുന്ന കോടാനുകൂടി മനുഷ്യാത്മാക്കളും ഒരിക്കൽ ഈ ബ്രഹ്മലോക നിവാസികളായിരുന്നു. ബ്രഹ്മലോകത്തിൽ ഓരോ ആത്മാക്കളും തൻ്റെ ഒറിജിനൽ സ്വരൂപമായിരിക്കുന്ന ശാന്തസ്വരൂപത്തിലായിരുന്നു. ശാന്തസ്വരൂപമായ നാം ഓരോ ആത്മാക്കളും ഈ സൃഷ്ടി നാടകത്തിലേക്ക് തൻ്റേതായ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നവരാണ്. ഏത് സമയത്താണോ ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാവരും വന്നത്, അന്ന് ഈ ഭൂമി സ്വർഗമായിരുന്നു. സ്വർഗമെന്നോ ഹെവൻ എന്നോ പാരഡൈസ് എന്നോ വൈകുണ്ഠമെന്നോ വിഷ്ണു ലോകമെന്നോ പറയപ്പെടുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള സ്വർലോകം അതായിരുന്നു ഒരിക്കൽ. ആ സമയത്താണ് ബ്രഹ്മലോകത്തിൽ നിന്നും നമ്മൾ ഓരോ ആത്മാക്കളും ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്നിരുന്നത്. ഇപ്പം ഏതുപോലെ ഭൂമി സ്വർഗമായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളും വളരെയധികം സ്വർഗീയമായ ഗുണങ്ങളായിരുന്നു. ദേവതാ സംസ്കാരത്തോടുകൂടെ ഓരോ മനുഷ്യനും ദേവമാനവനായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെയാണ് സത്യയുഗം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദുഃഖങ്ങളില്ലാത്ത, അശാന്തികളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഇത്രയും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ലോകം. ആ ലോകത്ത് നാം ജീവിക്കുന്ന സമയത്ത് ആത്മാവിൽ എന്തെല്ലാം ഒറിജിനലായിട്ടുള്ള ഗുണങ്ങളുണ്ടോ ഈ ഗുണങ്ങളോടുകൂടെ നാം എല്ലാവരും ജീവിച്ചിരുന്നവരായിരുന്നു. പിന്നീട് കാലത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മൾ പെട്ടു, കാലത്തിൻ്റെ ഒഴുക്കിൽ പെട്ട് നമ്മൾ ഓരോ ആത്മാക്കളും പലതരത്തിലുള്ള ശരീരങ്ങളെടുത്ത് പല കർമ്മങ്ങളും നാം ചെയ്ത് ജന്മജന്മാന്തരങ്ങളായി ജന്മങ്ങളുടെ ഒരു ഇറക്കത്തിലേക്കായിരുന്നു നമ്മൾ. അങ്ങനെ സത്യയുഗം പിന്നിട്ട്, ത്രേതായുഗം പിന്നിട്ട്, ദ്വാപരയുഗം തുടങ്ങി കാലത്തിൻ്റെ ഒഴുക്കിൽ നമ്മളെല്ലാവരും ഇന്നിതാ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത്, കലിയുഗാന്തം എന്നല്ലേ പറയപ്പെടുന്നത്, ഈ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? മനുഷ്യരെല്ലാവരും ആത്മബോധം നഷ്ടപ്പെട്ട് ഞാൻ ദേഹമാണ് എന്നുള്ള വിചാരത്തിലും ഞാൻ ദേഹമാണെന്നുള്ള മനോഭാവത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേഹബോധത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ പാകിയിരിക്കുന്നത് കൊണ്ട് അതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അശാന്തിയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ടെൻഷനും മാനസികമായ സംഘർഷങ്ങളും ഒരുപാട് മഹാരോഗങ്ങളുമാണ്. അപ്പം ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്നത് വളരെ വലിയൊരു വിനാശത്തിൻ്റെ തൊട്ടുവക്കിലാണ്. സത്യത്തിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത് ലോകത്തിനും ഒരു മാറ്റമാണ്, നമുക്കൊരു മാറ്റമാണ്. മാറ്റം അനിവാര്യമായിട്ടുള്ളൊരു ഘടകമായി മാറിയിരിക്കുന്ന ഒരു സമയം എത്തി നിൽക്കുകയാണ്. പക്ഷെ എങ്ങനെയുള്ളൊരു മാറ്റം കൊണ്ടുവരണം? ഈ ലോകം മാറേണ്ടത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും മാറേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിലെ ദുഃഖവും അശാന്തിക്കും എങ്ങനൊരു അവസാനം? ഈ അവസാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതാണ്: നമ്മൾ ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധം, കൂടിച്ചേരൽ. ഈ ആത്മാവായിരിക്കുന്ന നമ്മളെല്ലാവരും നിരാകാരനായ ജ്യോതിസ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിനെയാണ് പറയുന്നത് രാജയോഗം. ഈ രാജയോഗത്തിലൂടെ നമ്മൾ ഓരോ ആത്മാക്കൾക്കും അന്തരാത്മാവിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഏത് തരത്തിലുള്ള മാറ്റം എന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മാവിൽ എന്തെല്ലാം ജന്മങ്ങളായി പുരണ്ടിരിക്കുന്ന കറകളുണ്ടോ, എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള അഴുക്കുകളുണ്ടോ, ഈ അഴുക്കുകളെ നീക്കം ചെയ്യാൻ പറ്റും. ആത്മാവിനെ വീണ്ടും പരിശുദ്ധമാക്കാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധിയിലൂടെ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന അനവധി ശക്തികളെ ഉണർത്തിയെടുക്കാനും പറ്റും. പക്ഷെ അതിനെ ഒരേ ഒരു മാർഗം ഒന്ന് മാത്രമാണ്: നമ്മൾ ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണ്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രാജയോഗ ക്ലാസ്സുകളാകാം, ആധ്യാത്മിക ജ്ഞാനമാകാം, ഇതെല്ലാം ഇതിൽ അധിഷ്ഠിതമായ ക്ലാസ്സുകളും മെഡിറ്റേഷനുമാണ്. അസ്വസ്ഥതകളാൽ ജീവിതം വീർപ്പുമുട്ടുമ്പോൾ
ശാരീരികമായി അഭ്യാസങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല. മനസ്സിന്റെ ഏകാഗ്രത മാത്രം അനിവാര്യമാണ്. രാജയോഗ ധ്യാനം അഭ്യസിക്കുന്നതിലൂടെ ആന്തരികമായ ഗുണങ്ങളും ശക്തികളും ഉണർത്തപ്പെടുന്നു. തത്ഫലമായി കർമ്മത്തിൽ വിശേഷതകൾ കാണപ്പെടുന്നു. രാജയോഗ ധ്യാനത്തിന്റെ ഫലമായി ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുവാനുള്ള മനഃശക്തി കൈവരുന്നു. മാനസിക സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ അകന്നുപോകാൻ രാജയോഗ ധ്യാനം സഹായിക്കുന്നു. വിട്ടുമാറാത്ത ദുശീലങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ മുക്തമാകാൻ രാജയോഗം അഭ്യസിക്കുന്നവർക്ക് സാധിക്കുന്നു. രാജയോഗ ധ്യാനം പഠിക്കുന്നതിലൂടെ ഭൗതികതയും ആത്മീയതയും സന്തുലനം ചെയ്യും. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ സേവനങ്ങളുടെ സാരമാണ് സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. ആത്മീയ ജ്ഞാനത്തിന്റെയും രാജയോഗ പരിശീലനത്തിന്റെയും ശക്തി ഉൾക്കൊണ്ട് ജീവിതം ശ്രേഷ്ഠമാക്കി മാറ്റിയ ലക്ഷക്കണക്കിന് രാജയോഗി സഹോദരങ്ങൾക്ക് ഇതൊരു മഹോത്സവ കാലമാണ്. രണ്ടായിരത്തി 2011-2012 വർഷങ്ങളിൽ ബ്രഹ്മകുമാരീസിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വിശ്വം മുഴുവനും നടക്കുന്നു. ഈശ്വര അവതരണത്തിന്റെയും വിശ്വനവനിർമ്മാണത്തിന്റെയും 75 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഈ മംഗളവേളയിൽ വൺ ഗോഡ് വൺ വേൾഡ് ഫാമിലി എന്ന മഹത്തായ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ബ്രഹ്മകുമാരീസ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പ്രധാന നഗരങ്ങളിൽ തപോനിധികളായ രാജയോഗിനിമാർ നയിക്കുന്ന ആത്മീയ മഹോത്സവങ്ങൾ. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഓരോ മണിക്കൂർ വീതമുള്ള 7 ദിവസത്തെ രാജയോഗ മെഡിറ്റേഷൻ ക്യാമ്പുകൾ. സ്കൂളുകൾ, ക്ലബ്ബുകൾ, സംഘടനകൾ, കമ്പനികൾ എന്നീ പ്രത്യേക മേഖലകൾക്കു വേണ്ടി ക്രമീകരിച്ച ക്ലീൻ ദ മൈൻഡ് ആൻഡ് ഗ്രീൻ ദ എർത്ത് എന്ന പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾ. കൂടുതൽ വിളവും ഗുണമേന്മയും കൊണ്ട് കാർഷിക മേഖലയിൽ ആത്മീയ വിപ്ലവം സൃഷ്ടിച്ച ശാശ്വത യോഗി കൃഷിയുടെ പരിശീലനം കർഷകർക്ക് നൽകുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കു വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ടച്ച് ദ ലൈറ്റ് എന്ന ശാക്തീകരണ പരിപാടി. ഭാരതത്തിലെ പ്രശസ്തമായ 12 ജ്യോതിർലിംഗങ്ങളെ പ്രദർശിപ്പിച്ച് ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്ന ദ്വാദശ ജ്യോതിർലിംഗ ദർശന മഹാമേളകൾ. ബ്രഹ്മകുമാരീസും അണ്ണാമല യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ആരംഭിച്ച വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തിൽ ഡിപ്ലോമ, PG ഡിപ്ലോമ, MSc എന്നീ കോഴ്സുകൾ. കൂടാതെ ലഹരി ഉപയോഗങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള കൌൺസിലിംഗുകൾ, സ്ട്രെസ് ഫ്രീ ലിവിംഗ് ക്ലാസുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയും രാജയോഗ പ്രാഥമിക സപ്താഹ കോഴ്സും എല്ലാ ബ്രഹ്മകുമാരീസ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ സമീപ രാജയോഗ കേന്ദ്രവുമായി ബന്ധപ്പെടുക. God, a concept, a belief, or a reality? God, heard about him, read about him, felt and experienced him? God, looked for him, feared him, loved him, and lived with him?
all of us love to believe in God and also believe that we love Him. We build temples do our actions today glorify His name? We all said, God is one. And yet, today, we wage wars in His name. We always claimed we were His children and belonged to Him. And yet, let us pause and ask ourselves, have we experienced a direct, dynamic, and personal relationship with Him? We have always desired and searched for two things: happiness and a perfect relationship. As our painful cries became louder, बुद्धं शरणं नमः शिवाय एक ओंकार सतनाम करता पुरख He, the perfect parent, teacher, friend, and guide, whom we call God, Allah, Ishwar, responded to our call and revealed Himself. He has descended into our world. And as we connect to Him, the divine energy of His being helps us connect to our original purity. This reconnection with ourself and with Him makes our connection with every soul simple and natural. The dynamics of our relationships with others begin to change from asking for love, respect, and happiness to giving it instead, from holding on to letting go, from expectations to acceptance, from blaming to personal responsibility, from conflict to harmony. As this happens, concept of universal brotherhood starts becoming a reality, and the world becomes one family. On the occasion of its Platinum Jubilee, Brahma Kumaris invite you to experience God's love and power, and to be a part of a family where peace is the religion, love is the language, compassion is the relationship, truth is in action, and happiness is a way of living. Our search for Him and the perfect family ends. Let's celebrate a new way of living. One God, one world family. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം 130 രാജ്യങ്ങളിൽ 8500-ൽ പരം സേവാ കേന്ദ്രങ്ങളിലൂടെ സേവനമനുഷ്ഠിക്കുന്ന ആധ്യാത്മിക വിശ്വവിദ്യാലയമാണ്.
ഐക്യരാഷ്ട്ര സംഘടനയിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനായി അംഗീകാരവും ഇക്കോസോക്കിലും യൂണിസെഫിലും ഉപദേശക പദവിയുമുള്ള ഈ വിശ്വവിദ്യാലയത്തിന് മൗറീഷ്യസ് സർക്കാർ സർവകലാശാലാ പദവിയും നൽകിയിട്ടുണ്ട്. സമൂഹത്തിന്റെ പല തുറകളിൽ നിന്നുമുള്ള വ്യത്യസ്ത മതസ്ഥരും പല പ്രായക്കാരും അടങ്ങുന്ന 9 ലക്ഷത്തിലധികം ഈശ്വരീയ വിദ്യാർത്ഥികൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടും നിത്യേന ജ്ഞാനം ശ്രവിക്കുകയും രാജയോഗ ധ്യാനം അഭ്യസിക്കുകയും ചെയ്ത് ജീവിതത്തെ ശാന്തി നിർഭരവും സന്തോഷപൂർണമാക്കി തീർക്കുന്നു. ജാതി മത സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ഈ വിദ്യാലയം എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും തുറന്നിരിക്കുന്നു. ഓരോ മണിക്കൂർ വീതമുള്ള 7 ദിവസത്തെ അടിസ്ഥാന കോഴ്സിലൂടെ രാജയോഗാധ്യാനത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിക്കാം. എല്ലാ കോഴ്സുകളും മാനവ സേവനാർത്ഥം തികച്ചും സൌജന്യമായി പ്രദാനം ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് സമീപത്തുള്ള ബ്രഹ്മകുമാരീസ് കേന്ദ്രത്തിലേക്ക് താങ്കളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. योगी राजयोगी योगी राजयोगी